ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് ചൈനയുടെ ഏറ്റവും വലിയ താൽപര്യങ്ങളിലൊന്നാണെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതിനായി ചൈന കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചു. ചൈന അവർക്ക് കഴിയുന്നത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ചൈനയുടെ താൽപര്യത്തിന് വളരെ അനുയോജ്യമാണ്. ഇറാൻ നേതൃത്വവുമായി ചൈന പിന്നണിയിൽ പ്രവർത്തിക്കുമെന്നാണ് കരുതുന്നതെന്നും ബെസന്റ് പറഞ്ഞു. അതേസമയം അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭൗമ രാഷ്ട്രീയ വെല്ലുവിളി ചൈനയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് റൂബിയോയുടെ പരാമർശം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ചൈന കൂടുതൽ സജീവമായ പങ്ക് വഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള താൽപര്യങ്ങളുടെ സംഘർഷം സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ടത് ആഗോള സ്ഥിരതയ്ക്ക് ആവശ്യമാണെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. പരസ്പര സഹകരണത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈന തയ്യാറാകണം. രാജ്യാന്തര കപ്പൽ പാതകളിൽ ആക്രമണം നടത്തുന്ന ഇറാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുകയാണെന്ന് ചൈന അവരെ ബോധ്യപ്പെടുത്തണമെന്നും മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. ട്രംപ് ഭരണകൂടത്തിന്റെ ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. എന്നാൽ ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ചൈനയുടെ കൂടി ആവശ്യമാണെന്ന് റൂബിയോ ചൂണ്ടിക്കാട്ടി. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഈ പാത ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെയും ചൈനയുടെ കയറ്റുമതി മേഖലയും ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വ്യാഴാഴ്ച ബെയ്ജിംഗിൽ നടന്ന ഉന്നതതല ചർച്ചകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പൊതു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കണമെന്നാണ് ഇരുപക്ഷത്തിന്റെയും നിലപാട്. വൈറ്റ് ഹൌസിന്റെ കണക്കനുസരിച്ച് ഇറാൻ ഒരിക്കലും ആണവായുധം നേടരുത് എന്നും അവർ സമ്മതിച്ചു. ഊർജ്ജത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്കിനെ പിന്തുണയ്ക്കുന്നതിനായി ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചു. ബീജിംഗിൽ അമേരിക്കൻ ചൈനീസ് പ്രതിനിധികൾ തമ്മിലുള്ള 2 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചകൾക്ക് ശേഷം വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ ഇങ്ങനെയാണ് സൂചിപ്പിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ സഹകരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഏറ്റുമുട്ടലല്ല, പകരം സഹകരണമാണ് വേണ്ടതെന്ന് ബെയ്ജിംഗിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഷീ ജിൻപിങ് പറഞ്ഞു. ലോകമെമ്പാടും ഒരു നൂറ്റാണ്ടിൽ കണ്ടിട്ടില്ലാത്ത പരിവർത്തനം നടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഷീ ജിൻപിങ് ലോകത്തെ 2 വൻ ശക്തികളായ ചൈനയും USഉം എതിരാളികളായല്ല പങ്കാളികളാവുകയാണ് വേണ്ടതെന്നും വ്യക്തമാക്കി. 9 വർഷത്തിനു ശേഷം ചൈനീസ് സന്ദർശനത്തിനെത്തിയ ട്രംപിനെ സ്വാഗതം ചെയ്ത ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ വളരെ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. US ചൈന കൂടിക്കാഴ്ചയെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണെന്ന് ഷീ ജിൻപിങ് കൂട്ടിച്ചേർത്തു. ചൈനയ്ക്കും USനുമിടയിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ കഴിയുമോ എന്നും ഷീ ജിൻപിങ് ചോദിച്ചു. ആഗോള വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാനും ലോകത്തിന് കൂടുതൽ സ്ഥിരത നൽകാനും നമുക്ക് കഴിയുമോ? നമ്മുടെ 2 ജനങ്ങളുടെയും മനുഷ്യരാശിയുടെ ഭാവിയുടെയും താൽപര്യങ്ങൾക്കായി നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ഒരുമിച്ചൊരു ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയുമോ എന്നും ഷീ ജിൻപിങ് ചോദിച്ചു. USനും ചൈനയ്ക്കും പൊതുവായ താൽപര്യങ്ങളുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നു. ഒന്നിലെ വിജയം മറ്റൊന്നിനുള്ള അവസരമാണ്. സ്ഥിരതയുള്ള ഒരു ഉഭയകക്ഷി ബന്ധം ലോകത്തിന് നല്ലതാണ്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും സഹകരണങ്ങളിൽ നിന്ന് നേട്ടങ്ങളും ഏറ്റുമുട്ടലിൽ നിന്ന് നഷ്ടങ്ങളും നേരിടേണ്ടി വരും. നമ്മൾ എതിരാളികളല്ല, പങ്കാളികളായിരിക്കണം. പരസ്പരം വിജയിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും പുതിയ യുഗത്തിൽ പ്രധാന രാജ്യങ്ങൾ പരസ്പരം നന്നായി ഒത്തുചേരുന്നതിനുള്ള ശരിയായ വഴി കണ്ടെത്തുകയും വേണമെന്നും ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ ഇരു നേതാക്കൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ചൈനീസ് പ്രസിഡന്റ് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.